American national anthem presented by Ms. Ria Alexander. Oh, say, can you see by the dawn's early light? Oh, say, does that star-spangled banner yet wave o'er the land of the free and the home of the brave? Followed by the Indian national anthem led by again Ms. Ria Alexander, Denny Joseph, Hira Paul, and Mrs. Lali Kalapurakkal. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा जय हे जय जय हे I'm Sharon Abraham, your host of tonight's event. This is truly a special day. It marks not only the beginning of an important gathering, but a continuation of shared journey which is built on vision, collaboration and growth. ഓരോ അനുഭവം പങ്കുവെക്കുമ്പോഴും ഓരോ സൗഹൃദം പുതുക്കുമ്പോഴും നാം ഇവിടെ ഫോമയിൽ ഒരു മഹത്തായ ഭാവി ഒരുക്കുകയാണ്. Welcome to the Federations of Malayali Associations of America's 9th International Family Convention kickoff. I'm truly excited to see all the distinguished guests, many distinguished community leaders and well-wishers of FOMA here today. It's definitely an honor to see all of you together and I'm truly excited. And I would like to ask you all to put your hands together in celebration of this excitement. Now for the formal welcome speech. Kerala Samajatinde 50ാം വാർഷികം അതുല്യമായ നേതൃത്വത്തിൽ ആഘോഷിപ്പിച്ച ന്യൂയോർക്ക് മെട്രോ റീജിയന്റെ റീജിയണൽ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഇപ്പോൾ ഫോമയുടെ നാഷണൽ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുന്ന ന്യൂയോർക്ക് മലയാളികളുടെ അഭിമാനമായി മാറിയിരിക്കുന്ന ഞങ്ങളുടെ എല്ലാം സ്വന്തം ശ്രീ പോൾ ജോസിനെ സ്നേഹാദരവോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിയിരിക്കുന്ന വിശിഷ്ട അതിഥികൾ എല്ലാവർക്കും നമസ്കാരം. ഷെറിൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 9ാമത് നാഷണൽ കൺവെൻഷൻ അടുത്ത വർഷം 2026 ജൂലൈ മാസം 30-31 ഓഗസ്റ്റ് 1-2 തീയതികളിൽ ഹൂസ്റ്റണിൽ വെച്ച് നടക്കുവാൻ പോവുകയാണല്ലോ. അതിൻ്റെ മുന്നോടിയായിട്ട് ഇന്ന് നമ്മൾ ഇവിടെ നടക്കുന്ന കിക്ക് ഓഫിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഫോമയുടെ ആനുകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ പറ്റിയൊക്കെയും നമ്മുടെ അധ്യക്ഷൻ കൂടിയായ പ്രിയ ബഹുമാനപ്പെട്ട ബേബിച്ചാൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അതിലേക്കൊന്നും ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. 2008 നമ്മുടെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട ശശിധരൻ നായർ ദീപശിവം കൊളുത്തി ആശീർവദിച്ച് അനുഗ്രഹിച്ച് തുടങ്ങി വെച്ച ഈ പ്രസ്ഥാനം ഇന്നിപ്പം ഏകദേശം 1.5 പതിറ്റാണ്ടുകളോളം പിന്നിട്ടിരിക്കുകയാണല്ലോ. മഹാരഥന്മാർ നയിച്ച ഈ ഒരു പ്രസ്ഥാനം ഇന്നിപ്പോൾ ശ്രീ ബേബി മണക്കുന്നിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ കൈകളിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, നാളിതുവരെ നമ്മൾ കണ്ടിട്ടുള്ള പ്രസിഡന്റ്മാരൊക്കെയും വളരെ പ്രബലന്മാരായിരുന്നു. അതുപോലെ തന്നെ കിടപിടിക്കുന്ന ഒരു പ്രസിഡന്റാണ് നമുക്ക് ഈ വർഷവും ഈ ടേബിളിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഡോക്ടർ ജേക്കബ് തോമസിൽ നിന്നും ഈ ഒരു അധികാര കൈമാറ്റം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമുക്കൊരു മുദ്രാവാക്യമുണ്ടായിരുന്നു. അത് ഫോമയുടെ വികസനവും കരുതലും എന്നുള്ളതായിരുന്നു. അത് പരിധിവരെ നമുക്ക് പാലിച്ചു എന്ന് വേണം കരുതുവാൻ. നമ്മുടെ ഈ പാരമ്പര്യവും പൈതൃകവും
കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഫോമ എന്ന പ്രസ്ഥാനം മുന്നോട്ട് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് നയിക്കാം. ഒരേ കുടക്കീഴിൽ നിന്നുകൊണ്ട് ഒരേ കൈകോർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നയിക്കാം എന്ന് അതിന് നമുക്കൊരു വാഗ്ദാനം, ഒരു മുദ്രാവാക്യമായിട്ട് എടുത്തുകൊണ്ട് എല്ലാവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ സംസാരിക്കുന്നു. നന്ദി, നമസ്കാരം. Former President for 2024-2026. Our current President has distinguished record of leadership. He was former's first convention chairman, a former president of KCCNA, former president of Houston Malayali Association, and has twice served as regional vice president of Southern region, in addition to many other significant leadership roles throughout the years. With great pride, we warmly welcome our great leader, Mr. Baby Manakundel, up to the stage. ഫോമയുടെ 24-26 കൺവെൻഷൻ ജൂലൈ മാസം 31 ആഗസ്റ്റ് 1, 2 എന്നീ ദിവസങ്ങളിൽ ഫോമയ്ക്ക് ജന്മം നൽകിയ ഹൂസ്റ്റണിൽ തന്നെ 9ാമത് കൺവെൻഷൻ നടത്തുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും, നാഷണൽ കമ്മിറ്റിയും അതുപോലെ തന്നെ ഫോമയെ സ്നേഹിക്കുന്ന എല്ലാവരും വളരെ സന്തോഷപൂർവ്വം അത് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ കൺവെൻഷന്റെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് ഇന്ന്. അതുപോലെ തന്നെ വരും കാലങ്ങളിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മളുടെ കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ മാത്രമേ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ ആദ്യം തന്നെ സൂചിപ്പിച്ചു, ഫോമ എന്ന് പറയുന്ന ഒരു കൺവെൻഷന് വേണ്ടി മാത്രമല്ല നമ്മൾ നിലകൊള്ളുന്നത്. കഴിഞ്ഞ ജാനുവരി മുതൽ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഏതാണ്ട് 25 ലക്ഷത്തോളം രൂപ നാട്ടില് പാവപ്പെട്ടവരുടെ കൈകളിൽ, രോഗികളുടെ കൈകളിൽ അതിനുള്ള അവർക്ക് ആവശ്യമുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ വെടിക്കൊണ്ടല്ല, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ട് മാത്രമാണ്. നമുക്ക് ഇതെല്ലാം ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോയി നമ്മുടെ ഫോമയുടെ 26 ജൂലൈ മാസം 30, 31, ആഗസ്റ്റ് 1, 2 തീയതിയിൽ നടക്കുന്ന കൺവെൻഷനും ഫോമയുടെ മുമ്പോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഭംഗിയായി നടത്തി നല്ല രീതിയിൽ ഫോമയുടെ വളർച്ച മുന്നിൽ കൊണ്ടുകൊണ്ട് നമുക്ക് ഒത്തൊരുമിച്ച് നീങ്ങാമെന്ന് ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. It's my honor to invite Honorable Mons Joseph MLA to the podium for the inaugural address. ഈ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. മലയാളി കമ്മ്യൂണിറ്റിയുടെ നേതൃരംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായി പ്രവർത്തിക്കുന്ന അമേരിക്കയിലെ പ്രസ്ഥാനമായി ഫോമ അഭിമാനത്തോടുകൂടി ഇന്ന് വളർന്ന് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ആരും അംഗീകരിക്കുന്ന ഒരു സത്യമാണ്. കഠിനാധ്വാനം കൊണ്ടും വലിയ ഒരു കൂട്ടായ്മയും സഹകരണവും ഒക്കെ ഒന്നിച്ച് നിർത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നതുകൊണ്ടാണ് ഈ നേട്ടത്തിലേക്ക് ഫോമയ്ക്ക് വരാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നതിൽ യാതൊരു സംശയമില്ല. ഇവിടെ ശ്രീ ബേബി മണക്കുന്നതിലും ശ്രീ പോൾ ജോസും രണ്ടുപേരുടെയും പ്രസംഗത്തിൽ പറയുകയുണ്ടായി, ഇത് ഒറ്റയ്ക്ക് ആരുടെയെങ്കിലും ഒരു നേട്ടമല്ല, കൂട്ടായ പ്രയത്നത്തിൻ്റെ ഒരു വിജയവും നേട്ടവുമാണ് എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഞങ്ങളെല്ലാം അത് വർഷങ്ങളായി നോക്കിക്കാണുന്നതും അടുത്ത് മനസ്സിലാക്കുന്നതുമായ ഒരു യാഥാർത്ഥ്യമാണ്. ഈ കൂട്ടായ്മ നിലനിർത്തിക്കൊണ്ടു പോകാൻ നിങ്ങൾക്ക് എന്നും കഴിയട്ടെ എന്ന് ആശംസിക്കാം. ഈ പ്രവർത്തനങ്ങൾക്ക് അതിൻ്റേതായ മഹത്വമുണ്ട് എന്നതിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ നിങ്ങൾ നടത്താൻ പോകുന്ന, അടുത്ത വർഷം നടക്കാൻ പോകുന്ന നാഷണൽ കൺവെൻഷൻ, അതിൻ്റെ മുന്നോടിയായി ആ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന കിക്ക് ഓഫ് ചടങ്ങ് എന്ന നിലയിൽ വലിയ ഒരു ലക്ഷ്യബോധത്തോടെ നടത്തുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ തുടക്കമാണ് യഥാർത്ഥത്തിൽ ഇന്ന് നടക്കുന്നത്. ഞങ്ങളുടെ ഒക്കെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിലും പ്രയാണത്തിലും നിങ്ങളുടെ എല്ലാം അനുഗ്രഹാശിസുകൾ എന്നും ലഭിച്ചിട്ടുണ്ട്. അത് തുടർന്നും ഉണ്ടാകണം എന്ന് രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരോടും അഭ്യർത്ഥിക്കുകയും ചെയ്യും. ഫോമയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് എന്നെ ചുമതലപ്പെടുത്തിയത് പ്രകാരം നമ്മുടെ ഈ മീറ്റിംഗ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. നമസ്കാരം.